ആചാരങ്ങളുടെ പേരിൽ നിയമങ്ങളിൽ വിട്ടുവീഴ്ച വേണ്ട. പലപ്പോഴും വിശ്വാസങ്ങളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ചിലപ്പോൾ അധികാരികൾ കണ്ണടക്കേണ്ടി വരും. കാരണം വിശ്വാസികൾ ഇതിലെടുക്കുന്ന നിലപാടുകൾ വളരെ വളരെ പ്രധാനമാണ്. എ വി ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ജയശങ്കർ, ഇത്തരമൊരു തീരുമാനം ആരാണ് എടുത്തിരിക്കുന്നത്? അത്തരമൊരു തീരുമാനം കേരളത്തെ പോലെ ഒരു സ്ഥലത്ത് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുമോ? ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും ഈ വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ ഇനി വരുന്ന മാസങ്ങൾ ഉത്സവകാലമാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ആനകളെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള എഴുന്നള്ളിപ്പുകൾ നടക്കും. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നിലവിലുള്ള നാട്ടാന പരിപാലന ചട്ടം കർശനമായി പാലിക്കണമെന്നൊരു നിർദ്ദേശം ഈ വനം മേധാവി നിലവിൽ നൽകിയിരിക്കുന്നത്. നിയമത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട. ഈ മതപരമായ അനുഷ്ഠാനങ്ങളുടെ പേരിൽ നിയമത്തിൽ ഇളവ് നൽകേണ്ടതില്ല. ഈ ഉത്സവങ്ങൾ, ഈ ആനയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉത്സവങ്ങൾ നടക്കുന്നിടങ്ങളിലെല്ലാം തന്നെ പരിശോധനകൾ കർശനമാക്കാൻ നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ കൊയിലാണ്ടിയിലെ ഇന്നലത്തെ ദാരുണമായ സംഭവത്തിന് പിന്നാലെ കൂടിയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം വന്നിരിക്കുന്നത്. എസ് കെ, ഈ നിലവിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. വനം വകുപ്പ് അത് ഒരു പരിധിവരെ കർശനമായി പാലിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ ഈ പൊതുജനങ്ങളുടെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ട്, ജനകീയ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ചില വിട്ടുവീഴ്ചകൾ പരിശോധനയുടെ കാര്യത്തിൽ ഉൾപ്പെടെ വനം വകുപ്പ് നൽകുന്നുണ്ട്. ഒരു ഇളവാണ്. പക്ഷേ അത്തരം ഒരു ഇളവ് നൽകുന്ന സാഹചര്യം അത് വലിയ അപകടങ്ങളിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന വനം വകുപ്പ് വിലയിരുത്തുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട നിലവിലുള്ള നിയമങ്ങൾ അത് കൃത്യമായി കുറച്ചുകൂടി കർശനമായ രീതിയിൽ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് വനം വകുപ്പിൻ്റെ തീരുമാനം. ഇതൊരു പുതിയ തീരുമാനമെന്ന് ഒരു തരത്തിൽ പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ കൂടി ഈ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്നുകൂടി കർശനമായി പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ കാര്യങ്ങൾ ഉണ്ടാകും. ഈ ഉത്സവങ്ങൾ നടക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതൽ പരിശോധന ഈ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് എന്തായാലും നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു. എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.